വെൽക്കം ടു ഓൾ. എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്ന 7ാം ക്ലാസ്സിലെ സയൻസ് ആണ്. 7ാം ക്ലാസ്സിലെ ന്യൂ SCERT സയൻസ് ആണ്. ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള വിളയിക്കാം നൂറുമേനി എന്നാണ് കേട്ടോ ചാപ്റ്ററിൻ്റെ പേര് പറയുന്നത്. വിളയിക്കാം നൂറുമേനി എന്നാണ്. നമുക്ക് ചാപ്റ്റർ വായിച്ച് നോക്കാം. എന്തൊക്കെ പോയിൻറ്റ്സ് ആയിരിക്കാം ഇവിടെ പറയുന്നത് നോക്കാം. പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ എന്നിവ കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ ലക്ഷ്യവും ഉണ്ടായിരിക്കുമല്ലോ. എന്തായിരിക്കും? വേഗം ഫലം ഉണ്ടാവണം, നല്ല വിളവ് ലഭിക്കണം, ഫലത്തിന് നല്ല ഗുണനിലവാരം ഉണ്ടായിരിക്കണം എന്നൊക്കെ നമ്മൾ ഒരു ചെടി നടുമ്പോൾ നമ്മൾ ആലോചിക്കാറുള്ള കാര്യങ്ങളാണല്ലേ. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ എങ്ങനെ ഒരു നല്ല ഫലം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് അതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്? നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരാം? നല്ല വിത്തുകൾ തിരഞ്ഞെടുക്കണം അല്ലേ. നല്ല വിത്തുകൾ അല്ലെങ്കിൽ നടീൽ വസ്തുക്കൾ തിരഞ്ഞെടുക്കണം. അതുപോലെ തന്നെ എന്താണ്? സൂര്യപ്രകാശം ലഭിക്കണം അല്ലേ. സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്തായിരിക്കണം വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മണ്ണ് എന്ന് പറയുന്നത് വളക്കൂറുള്ള മണ്ണായിരിക്കണം അല്ലേ. നമ്മൊരു കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളക്കൂറുള്ള മണ്ണായിരിക്കണം. കാലാവസ്ഥ അതിന് അനുയോജ്യമായിരിക്കണം. അതുപോലെ തന്നെ വളപ്രയോഗം നടത്തണം. അതുപോലെ തന്നെ എന്താണ്? വെള്ളം ഒഴിക്കൽ, ജലസേചനം നടത്തണം. പിന്നെ എന്തെങ്കിലും കീടങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ നിയന്ത്രിക്കണം. അതൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ? നല്ല ഫലമുള്ള ഒരു കായല്ലേ, നല്ല ഫലം എന്ന് പറയുന്നത് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ വിത്തുകളും നടീൽ വസ്തുക്കളെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്കറിയാം ഒരു ചെടിയിൽ നിന്നും ഒരു ഫലം ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ നോക്കിയേ, ഇപ്പോൾ കയ്പ നൽകിയിട്ടുണ്ട് അല്ലേ, കയ്പയ്ക്ക് നൽകിയിട്ടുണ്ട്. അതിൽ നിന്ന് ഫലം എന്ന് പറയുന്നത് എന്താണ്? കയ്പയ്ക്കാണ്. അതിൻ്റെ ഉള്ളിൽ കാണുന്നതാണ് വിത്ത് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ വിത്ത് എവിടെയാണ് ഉണ്ടായത്? കയ്പയ്ക്കയുടെ ഉള്ളിൽ അല്ലേ. ഫലത്തിൻ്റെ ഉള്ളിലാണ് എന്തുണ്ടായിട്ടുള്ളത്? വിത്ത് ഉണ്ടായിട്ടുള്ളത്. വിത്ത് എവിടെയാണ് ഉണ്ടാകുന്നത്? ഫലം ഉണ്ടാകുന്നതോ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. നമുക്ക് നോക്കാം. മികച്ച വിത്ത് തിരഞ്ഞെടുക്കുവാനായിട്ട് എന്തെല്ലാം ഘടകങ്ങൾ പരിഗണിക്കണമെന്നും ക്വസ്റ്റ്യൻ നൽകിയിട്ടുന്നതിന് ആൻസറൊക്കെ ഇതിൽ തന്നെ പറയുന്നുണ്ട് കേട്ടോ. നമുക്ക് ചെടികൾ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ചെടിയിൽ തന്നെ നോക്കി ധാരാളം തക്കാളി ഉണ്ടായിട്ടുണ്ട് അല്ലേ. കുറേ തക്കാളി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അടുത്ത വെച്ചിട്ട് നമുക്ക് കാണുന്നുണ്ടെങ്കിൽ കുറച്ച് തക്കാളി മാത്രമാണ് ഉള്ളത് അല്ലേ. ആദ്യം ഉണ്ടാകുന്ന ഫലങ്ങളും അവസാനം ഉണ്ടാകുന്ന ഫലങ്ങളും വിത്ത് ശേഖരിക്കുന്നതിന് അനുയോജ്യമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു ചെടിയുടെ മധ്യകാലത്ത് ഉണ്ടാകുന്ന മൂപ്പെത്തിയ ഫലത്തിൽ നിന്നാണ് വിത്ത് എടുക്കേണ്ടത്. അപ്പോൾ ഒരു വിത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെടിയുടെ മധ്യകാലത്ത് ഉണ്ടാകുന്ന മൂപ്പെത്തിയ ഫലമുണ്ടാകല്ലോ, അതിൽ നിന്നാണ് വിത്ത് എടുക്കേണ്ടത്. വെണ്ട, പയർ തുടങ്ങിയവയിൽ ഒരു ഫലത്തിൽ തന്നെ ധാരാളം വിത്തുകൾ ഉണ്ടാകും. നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ. പയറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പയറിനുള്ളിൽ എന്താണ്? കുറേ വിത്തുകളുണ്ട്. അതുപോലെ തന്നെ വെണ്ടയാണെന്നുണ്ടെങ്കിലും എന്തായി കുറേ കുഞ്ഞു കുരുക്കളുണ്ടല്ലോ. അപ്പോൾ അതാണ് വിത്തുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരെണ്ണത്തിൽ തന്നെ എന്തുണ്ട്? പലതരം വിത്തുകളുണ്ട്. അപ്പോൾ നമുക്ക് ഈ വിത്തുകളൊക്കെ നമുക്ക് കറക്റ്റ് നോക്കിയെടുക്കാനായിട്ട് പറ്റുമോ? ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യും? വിത്ത് മുളപ്പിച്ചതിന് ശേഷം അതിൽ നിന്നും നല്ല ചെടികൾ നോക്കിയിട്ടാണ് അല്ലേ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ഓരോന്നും ശ്രദ്ധിക്കുന്നത്. ഇനി പയർ വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെയാണ് നോക്കി? ഒരു വിത്തിന് ആകൃതി നോക്കും. അതുപോലെ തന്നെ ഭാരം, വലിപ്പം, പുറതോട് എന്നിവയൊക്കെ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നല്ല വിളവ് ലഭിക്കുവാനായിട്ട് ഗുണമേന്മയുള്ള വിത്ത് തിരഞ്ഞെടുക്കണം. എന്താണ് ഇവിടെ പറഞ്ഞു വരുന്നത്? നല്ല വിളവ് ലഭിക്കുന്നതിനായിട്ട് ഗുണമേന്മയുള്ള വിത്ത് തിരഞ്ഞെടുക്കണം. വിത്തിൻ്റെ ഗുണമേന്മ ഉറപ്പുവരുത്തുവാൻ വിത്തെടുക്കുന്ന ഫലം, ചെടി എന്നിവയും ഗുണമേന്മയുള്ളതായിരിക്കണം. അപ്പോൾ വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ നല്ല വിളവ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നല്ല വിത്തായിരിക്കണം ലഭിക്കേണ്ടത്. അതുപോലെ തന്നെ അങ്ങനെ നല്ല വിത്ത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ്? നല്ല വിത്തുകൾ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആ ഫലം നമ്മൾ എടുക്കുന്ന ഒരു ചെടി ഉണ്ടല്ലോ, ആ ചെടിയും അതുപോലെ തന്നെ അതിനെ ഫലമൊക്കെ എന്തായിരിക്കണം? ഗുണമേന്മയുള്ളതായിരിക്കണം. എന്നാൽ മാത്രമല്ല നല്ല വിത്ത് നമുക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, വിത്തിൽ നിന്ന് മാത്രമാണോ പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നത്? ആണോ? വിത്തിൽ നിന്ന് മാത്രമാണോ പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നത്? നമുക്ക് നോക്കാം. കറിവേപ്പിൻ്റെ എന്തിൽ നിന്നാണ് പുതിയ സസ്യം ഉണ്ടാകുന്നത്? കറിവേപ്പ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? വേരിൽ നിന്നാണ് അല്ലേ. കറിവേപ്പിൻ്റെ വേര് മാത്രം, വേരോട് കൂടി കുഴിച്ചിട്ടാൽ മാത്രമാണ് എന്തുണ്ടാവുള്ളൂ? കറിവേപ്പ് ഉണ്ടാവുള്ളൂ. നെക്സ്റ്റ്, ഇഞ്ചിയാണെന്നുണ്ടെങ്കിലോ? ഇഞ്ചിയുടെ എന്താണ്? ഭൂകാണ്ഡമാണ് അല്ലേ. ഇഞ്ചിയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഭൂകാണ്ഡം കുഴിച്ചിട്ടാൽ മാത്രമാണ് എന്തുണ്ടാവുള്ളൂ? ഇഞ്ചി ഉണ്ടാവുള്ളൂ. ഭൂകാണ്ഡം വേണം. ഇനി എന്താണ്? ഇല മുളച്ച് നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ. ഇല മുളച്ച് എന്ന് പറയുമ്പോൾ എന്താണ്? ഇലയിൽ നിന്നാണ് അല്ലേ. ഇല കുഴിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയ സസ്യം ഉണ്ടാകാം. ഇനി കുരുമുളകാണെന്നുണ്ടെങ്കിലോ? തണ്ട് കുഴിച്ചിട്ടാൽ അല്ലേ. കുരുമുളകാണെന്നുണ്ടെങ്കിൽ തണ്ട് കുഴിച്ചിട്ടാലാണ് എന്തുണ്ടാവാം? കുരുമുളകാണെന്നുണ്ടെങ്കിൽ തണ്ട് കുഴിച്ചിട്ടാൽ നമുക്ക് എന്ത് ചെയ്യാം? പുതിയ ചെടികൾ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലായി, വേരിൽ നിന്ന് മാത്രമല്ല, വിത്തിൽ നിന്ന് മാത്രമല്ല സസ്യങ്ങൾ ഉണ്ടാകുന്നത്. വേര്, അതുപോലെ തന്നെ എന്താണ്? തണ്ട്, ഇല, ഭൂകാണ്ഡം എന്നിവയിൽ നിന്നും സസ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്.
വേര്, തണ്ട്, ഇല, ഭൂകാണ്ഡം എന്നീ ഭാഗങ്ങളിൽ നിന്നും പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നുവെന്ന് മനസ്സിലായി. വിത്ത് മുളപ്പിച്ച് മാത്രമല്ല ഈ ഭാഗങ്ങൾ ഉപയോഗിച്ചും തൈച്ചെടികൾ ഉണ്ടാക്കാറുണ്ട്. എന്താ മനസ്സിലായത്? വിത്ത് മുളപ്പിച്ചിട്ടും നമുക്ക് ഉണ്ടാകാനായിട്ട് പറ്റും. അതല്ലാതെ തന്നെ ഇങ്ങനെ ഈ ഭാഗങ്ങൾ ഉപയോഗിച്ചിട്ടും തൈച്ചെടികൾ ഉണ്ടാക്കാം. അതിനെയാണ് എന്ന് പറയുന്നത് നടീൽ വസ്തുക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിനാൽ ഇവയെ നടീൽ വസ്തുക്കൾ എന്ന് പറയാം. അപ്പോൾ വിത്താണെന്നുണ്ടെങ്കിലും നടീൽ വസ്തുവാണ്. അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗം വേര്, കാണ്ഡം, തണ്ട്, അതുപോലെ തന്നെ എന്താണ് ഇല എന്നിവയൊക്കെ എന്താണ് ഒരു സസ്യത്തിൻ്റെ ഭാഗങ്ങളാണ്. അപ്പോൾ അത് കുഴിച്ചിട്ടാണെന്നുണ്ടെങ്കിലും നമുക്ക് എന്തുണ്ടാക്കാനായിട്ട് പറ്റും? പുതിയ സസ്യങ്ങൾ ഉണ്ടാക്കാനായിട്ട് പറ്റും. അതിനെ നമുക്ക് എന്ത് വിളിക്കാം? നടീൽ വസ്തുക്കൾ എന്ന് വിളിക്കാം. ഓക്കെ, ഇനി എന്താണ് കായിക പ്രജനനം, ലൈംഗിക പ്രത്യുൽപാദനം എന്നൊക്കെ വെച്ചാൽ ഒരു സസ്യത്തിൻ്റെ നമുക്ക് ചോദിക്കാറുണ്ടല്ലേ കായിക പ്രജനനം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അത് പഠിച്ചു വയ്ക്കുക. ഒരു സസ്യത്തിൻ്റെ കായിക ഭാഗങ്ങളായിട്ടുള്ള വേര്, തണ്ട്, ഇല, ഭൂകാണ്ഡം എന്നിവയിൽ നിന്നും പുതിയ തൈകളുണ്ടാകുന്ന പ്രക്രിയയാണ് കായിക പ്രജനനം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞാണല്ലോ, എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ഒരു സസ്യത്തിൻ്റെ കായിക ഭാഗങ്ങളായിട്ടുള്ള ഈ വേര്, തണ്ട്, ഇല, ഭൂകാണ്ഡം എന്നിവയിൽ നിന്നൊക്കെ പുതിയ ചെടികൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മളെന്ന് വിളിക്കാം? കായിക പ്രജനനം എന്നാണ് വിളിക്കുന്നത്. ഇതെന്താണ്? ഒരു അലൈംഗിക പ്രത്യുൽപാദനമാണ്. വിത്തുകൾ ഉണ്ടാകുന്നതാണ് ലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറയുന്നത്. അപ്പോൾ വിത്തുകൾ ഉണ്ടാകുന്നതിന് ലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറയും. അതല്ല വേര്, തണ്ട്, ഇല, ഭൂകാണ്ഡം എന്നിവയൊക്കെ വെച്ചിട്ടാണ് സസ്യങ്ങൾ ഉണ്ടാകുന്നതെന്നുണ്ടെങ്കിൽ എന്ത് പറയാം? അതിനെ എന്തെന്ന് പറയാം? കായിക പ്രജനനം എന്ന് പറയാം. അങ്ങനെ വിത്ത് മുളച്ചും തൈകൾ ഉണ്ടാകുമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കായിക പ്രജനനവും അതുപോലെ തന്നെ ലൈംഗിക പ്രത്യുൽപാദനം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വിത്താണെന്നുണ്ടെങ്കിൽ, വിത്ത് മുളയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറയും. അതല്ല അതിൻ്റെ കായിക ഭാഗങ്ങളായിട്ടുള്ള വേര്, തണ്ട്, ഇല, ഭൂകാണ്ഡം എന്നിവയിൽ നിന്നാണ് പുതിയ തൈകൾ ഉണ്ടാകുന്നതെന്നുണ്ടെങ്കിൽ അതിനെന്ത് പറയാം? കായിക പ്രജനനം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊരു പിക്ചർ നൽകിയിട്ടുണ്ട് അല്ലേ? കായിക പ്രജനനവും അതുപോലെ തന്നെ ലൈംഗിക പ്രത്യുൽപാദനം ആണ് നൽകി ഓരോ സസ്യങ്ങളുടെയും എന്താണെന്ന് പറയാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണെന്ന് ഫസ്റ്റ് നൽകിയിട്ടുള്ളത്. വേരിൽ നിന്നുണ്ടാകുന്നതാണ് ശീമപ്ലാവ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ വേരിൽ നിന്ന് പ്ലാവ് ഉണ്ടാകുന്നത് വേരിൽ നിന്നാണ്. അതുപോലെ തന്നെ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? കറിവേപ്പ് അതുപോലെ തന്നെ വേപ്പൊക്കെ എന്താണ് വേരിൽ നിന്ന് ഉണ്ടാകുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി കാണ്ഡം വെച്ചിട്ട് ഏതൊക്കെയായിരിക്കും? ചെമ്പരത്തി അല്ലേ? ചെമ്പരത്തി എന്ന് പറയുന്നത് എന്താണ്? കാണ്ഡം വെച്ചിട്ട് ഒടിച്ചു കൊത്താവുന്നതാണ് ചെമ്പരത്തി. അതുപോലെ തന്നെ മരച്ചീനി അല്ലേ? നമുക്കറിയാം മരച്ചീനി എന്ന് പറയുന്നതും എന്താണ്? കാണ്ഡം വെച്ചിട്ടുണ്ടാകുന്നതാണ് അല്ലേ? മരച്ചീനി എന്ന് പറയുന്നതും ഒടിച്ചു കൂത്തിയിട്ടുണ്ടാകുന്നതാണ് അല്ലേ മരച്ചീനി എന്ന് പറയുന്നതും. ഇനി ഇലയാണെങ്കിലോ ഇലമുളച്ചി, അതുപോലെ തന്നെ നിലപ്പന, ബിഗോണിയ എന്ന് പറയുന്ന സസ്യങ്ങളൊക്കെ എന്താണ്? ഇല വെച്ചിട്ടുണ്ടാകുന്നതാണ്. ഇനി ഭൂകാണ്ഡം എന്താണ്? വാഴ അല്ലേ? വാഴ, മഞ്ഞൾ, ഇഞ്ചി, വാഴ, മഞ്ഞൾ, ഇഞ്ചിയൊക്കെ നമുക്കറിയാലോ അല്ലേ? അതൊക്കെ എന്താണ്? ഭൂകാണ്ഡം വെച്ചിട്ട് ഉണ്ടാക്കാവുന്ന പുതിയ സസ്യങ്ങളാണ്. ഇനി ലൈംഗിക പ്രത്യുൽപാദനം എന്ന് വെച്ചാൽ വിത്താണ് അല്ലേ? നമുക്കറിയാം മുരിങ്ങ, വെണ്ട, പയർ, അതുപോലെ തന്നെ നെല്ല് എന്നിവയൊക്കെ എന്താണ്? വിത്ത് വഴി ഉണ്ടാകുന്നതാണ് അല്ലേ? വിത്ത് മുളച്ചിട്ടുണ്ടാകുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. മുരിങ്ങയിൽ വിത്ത് മുളച്ചും കമ്പ് മുറിച്ച് നട്ടും പുതിയ തൈച്ചെടികൾ ഉണ്ടാക്കാം. നമുക്കറിയാം മുരിങ്ങയിലാണെന്നുണ്ടെങ്കിൽ മുരിങ്ങക്കായ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിത്ത് മുളയ്ക്കാം. അതല്ല അതിൻ്റെ കമ്പ് മുറിച്ച് നടാണെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവാം? പുതിയ തൈച്ചെടികൾ ഉണ്ടാക്കാം. അങ്ങനെ ഇതുപോലെ ലൈംഗിക പ്രത്യുൽപാദനം വഴിയും കായിക പ്രജനനം വഴിയും പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സസ്യങ്ങളുണ്ട്. രണ്ടും കൂടിയിട്ടില്ലേ? നമ്മൊന്നില്ലെങ്കിൽ വിത്ത് മുളയ്ക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം കുഴിച്ചിട്ടിട്ട് ഉണ്ടാകാം സസ്യം. അപ്പോൾ അതിനെയാണെന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുന്ന പല സസ്യങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ സസ്യങ്ങളായിരിക്കാം? വേപ്പ് എന്ന് പറയുന്നത്, ശീമക്കൊന്ന എന്ന് പറയുന്നതും അതുപോലെ തന്നെ വേപ്പ് നമുക്കറിയാം വേര് വഴിയും അതുപോലെ തന്നെ അതിൽ നിന്ന് നമുക്ക് കായ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ കായ് മുളയ്ക്കില്ലേ, അതും വേപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മുരിങ്ങ നമ്മൾ പറഞ്ഞു അല്ലേ? മുരിങ്ങ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുരിങ്ങ എന്ന് പറയുന്നതും വിത്ത് ഉണ്ടാകാം, അതുപോലെ തന്നെ അതിൻ്റെ ഒടിച്ചു കൂത്താണെന്നുണ്ടെങ്കിൽ ഉണ്ടാവാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്താണ്? 4 മണി പൂ എന്ന് പറയുന്നത് വിത്ത് വെച്ചിട്ടുണ്ടാകാം. അതുപോലെ തന്നെ എന്താണ്? നമുക്ക് ഒടിച്ചു കുത്തിയിട്ടും ഉണ്ടാക്കാവുന്നതാണ്. അതുപോലെ തന്നെ വേര് വഴി ഉണ്ടാക്കാൻ 4 മണി പൂവ. ഇനി മൈലാഞ്ചി നമുക്കറിയാമേ, മൈലാഞ്ചി ഒടിച്ചു കൂത്താണെന്നുണ്ടെങ്കിൽ എന്തുണ്ടാകാം? മൈലാഞ്ചി ഉണ്ടാകും. അതുപോലെ തന്നെ അതിൽ വിത്ത് ഉണ്ടായിരിക്കില്ലേ? വിത്ത് മുളച്ചിട്ടും ഉണ്ടാകുന്നുണ്ടാവും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഏതൊക്കെയാണ്? ശീമക്കൊന്ന, വേപ്പ്, മുരിങ്ങ, 4 മണി, മൈലാഞ്ചി. നമ്മുടെ അടുത്ത പുറത്തുള്ള സസ്യങ്ങളൊക്കെ ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാനായിട്ട് പറ്റും.
കൃഷി ചെയ്യുമ്പോൾ നല്ല വിത്ത് തിരഞ്ഞെടുക്കുന്നത് പോലെ പ്രധാനമാണ് നല്ല നടീൽ വസ്തുക്കളുടെ തിരഞ്ഞെടുപ്പും. ഗുണമേന്മയുള്ള സസ്യങ്ങളിൽ നിന്നും നടീൽ വസ്തുക്കൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ പറഞ്ഞില്ലേ, നല്ല സസ്യങ്ങളിൽ നിന്ന് മാത്രമാണ് നമുക്കത് ഇപ്പോൾ ജസ്റ്റ് ഒരു ഒടിച്ചു കുത്താൻ പോലും ഒരു കൊമ്പെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സസ്യമായിരിക്കണം. എന്നാൽ മാത്രമാണ് അത് നമ്മൾ നല്ല നല്ല ഫലങ്ങൾ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് വേണം സസ്യങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനായിട്ട്. അപ്പോൾ 2 സംഭാഷണം നൽകിയിട്ടുണ്ടല്ലോ. നന്നായി പഴുത്ത വലിയ പേരയ്ക്കയാണ്, അതിനൊരു കമ്പ് തരാമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പറയുകയാണെന്ന് കമ്പും പേരയ്ക്കൊക്കെ തരാം, പക്ഷെ എന്താണ് പേരയുടെ കമ്പ് മുളയ്ക്കോ, വിത്ത് മുളച്ച മരമായിട്ട് കായുണ്ടാകാൻ കുറേ വർഷം എടുക്കില്ലേ എന്നും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഫലങ്ങളും വിത്തുകളും ഉണ്ടാകുന്നത് പരാഗണം വഴിയാണ്. നമുക്കറിയാം അല്ലേ, ഫലങ്ങളും അതുപോലെ തന്നെ വിത്തുകളൊക്കെ ഉണ്ടാകുന്നതാണ് പരാഗണം വഴിയാണ്. ഇങ്ങനെ ഉണ്ടാകുന്ന സസ്യങ്ങൾക്ക് മാതൃസസ്യത്തിൻ്റെ ഗുണങ്ങൾ മാത്രമാണോ ലഭിക്കുന്നത്? ഒരു ചെടിയുടെ കമ്പ് മുളപ്പിച്ച് പുതിയ ചെടി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലോ അതിന് മാതൃസസ്യത്തിൻ്റെ അതേ ഗുണങ്ങൾ തന്നെയല്ലേ ഉണ്ടാകുക? നമ്മളൊരു ചെടിയുടെ കമ്പ് മുളപ്പിക്കുക, അതായത് ഒരു ചെടിയുടെ നമ്മൾ കമ്പ് ഒടിച്ചിട്ട് നമ്മൾ കുഴിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതേ സസ്യത്തിന് അതിൽ ഉള്ള എല്ലാ ഗുണങ്ങളും തന്നെ ഉണ്ടായിരിക്കും ഇനി നമ്മൾ നടുന്ന സസ്യത്തിനും ഉണ്ടായിരിക്കും. ചെമ്പരത്തി, മരച്ചീനി, മധുരക്കിഴങ്ങ് എന്നിവയൊക്കെ എന്താണ് കാണ്ഡം എളുപ്പത്തിൽ മുളപ്പിക്കുക അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു വാഴ, ചെമ്പരത്തി, മരച്ചീനി, മധുരക്കിഴങ്ങൊക്കെ ആണെങ്കിൽ കാണ്ഡം വെച്ചിട്ട് നമുക്ക് മുളപ്പിക്കാനായിട്ട് പറ്റും. എന്നാൽ പേരയുടെ കമ്പ് നട്ടാൽ മുളയ്ക്കാൻ പ്രയാസമാണ്. കമ്പിൽ വേര് മുളപ്പിക്കാൻ കഴിഞ്ഞാലോ, അപ്പോൾ എന്താണ് പറയുന്നത്, പേരയുടെ കമ്പ് നട്ടിട്ട് അത് മുളപ്പിക്കുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. വേര് വെച്ചിട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് പറ്റും. കമ്പ് വെച്ചിട്ടാക്കാനാണെന്നുണ്ടെങ്കിൽ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ നമുക്കറിയാമല്ലേ, പല വഴികളും ഇപ്പോൾ ഉണ്ട്. നമുക്ക് ഒരു സസ്യത്തിൻ്റെ അതേ ഗുണങ്ങളുള്ള വേറൊരു സസ്യം ഉണ്ടാക്കുന്നതിനായിട്ട് വേറെ കുറേ സംഭവങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പതിവയ്ക്കൽ എന്നാണ് ലെയറിങ്, പതിവയ്ക്കൽ അല്ലെങ്കിൽ ലെയറിങ് എന്നാണ് പറയുന്നത്. നോക്കാം. പേര, സപ്പോട്ട, ചാമ്പ, ബദാം, അത്തി തുടങ്ങിയ സസ്യങ്ങളിൽ മാതൃസസ്യത്തിൻ്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ച് നട്ടിട്ട് പുതിയ തൈകൾ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഏതൊക്കെയാണ്? പേര, സപ്പോട്ട, ചാമ്പ, ബദാം, അത്തി തുടങ്ങിയ സസ്യങ്ങളിൽ മാതൃസസ്യത്തിൻ്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ചിട്ട് അവരുടെ അതായത് ആ ഒരു ചെടിയുടെ ഒരു കമ്പുണ്ടല്ലോ, ആ കമ്പ് എന്ത് ചെയ്യണം, ആ കമ്പുകളിൽ വേര് മുളപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ആ ഭാഗം മുറിച്ചിട്ട് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കാനായിട്ട് പറ്റും. അതിൻ്റെ സ്റ്റെപ്പ് വൈസ് ആയിട്ട് പറയുന്നുണ്ട്, നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താണ്, മാതൃസസ്യത്തിൽ നിന്നും പെൻസിൽ വണ്ണമുള്ളൊരു കമ്പ് തിരഞ്ഞെടുക്കാം. അപ്പോൾ നമ്മളൊരു കമ്പ് തിരഞ്ഞെടുക്കേണ്ട ഒരു നല്ല കമ്പ് തിരഞ്ഞെടുത്തു, നല്ല വണ്ണമുള്ള കമ്പ് തിരഞ്ഞെടുത്തു. പ്രധാന തടിയിൽ നിന്നുള്ളതാണ് കൂടുതൽ നല്ലത്. ഈ കമ്പിൽ 2 പർവ്വങ്ങൾക്കിടയിലുള്ള തൊലി 2-3 സെൻറ്റിമീറ്റർ നീളത്തിൽ വളയാകൃതിയിൽ ചെത്തി മാറ്റുക. അപ്പോൾ ഒരു കമ്പ് ഉണ്ടായിരിക്കും, ഈ കമ്പിൻ്റെ ഇടയിലായിട്ട് ഒരു നടുക്കായിട്ട് എന്ത് ചെയ്യാം, ഒരു ചെറിയൊരു വളയം പോലെ വെച്ചിട്ട് 2-3 സെൻറ്റിമീറ്റർ വളയത്തിൽ ചെത്തി മാറ്റുക തൊലി. എന്നിട്ട് അവിടെ ചകിരിച്ചോറ്, മണ്ണ്, ചാണകപ്പൊടി എന്നിവ ചേർന്ന മിശ്രിതം ചെറിയ നനവോടെ ഈ ഭാഗത്ത് വെച്ച ശേഷം ഒരു പോളിത്തീൻ കവർ ഉപയോഗിച്ച് പൊതിഞ്ഞെടുക്കുക. ആവശ്യമെങ്കിൽ ഇടയ്ക്ക് നനയ്ക്കണം. അപ്പോൾ നമുക്കറിയാമല്ലേ, വേര് മുളയ്ക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, കുറച്ച് നനവ് വേണം അല്ലേ, കുറച്ച് ജലമുണ്ടായിരിക്കണം. അതുപോലെ തന്നെ എന്തൊക്കെ വേണം, മണ്ണ് വേണം അല്ലേ. അപ്പോൾ അങ്ങനെ അതാണ് പറയുന്നത്. ചകിരിച്ചോറ്, മണ്ണ്, ചാണകപ്പൊടിയൊക്കെ നീവ ചേർന്ന മിശ്രിതം കാണുമ്പോൾ പെട്ടെന്ന് മുളയ്ക്കും വേര്. അപ്പോൾ അതുപോലെ തന്നെ ഒരു പോളിത്തീൻ കവർ കൊണ്ട് അത് പൊതിഞ്ഞ് വെക്കാൻ പറയുന്നുണ്ട്. കുറച്ച് വെള്ളം ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഇടയ്ക്ക് നനച്ച് കൊടുക്കുകയും വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു കമ്പ് മുറിച്ച് മാറ്റി ആ ഒരു ഭാഗം തൊലി ചെത്തി മാറ്റിയിട്ട് ആ ഒരു ഭാഗത്ത് എന്ത് ചെയ്യാണ്, കുറച്ച് മണ്ണൊക്കെ ഇട്ടിട്ട് പൊതിഞ്ഞ് വെക്കുകയാണ് അല്ലേ, പോളിത്തീൻ കവറോട് നമ്മൾ പൊതിഞ്ഞ് വെച്ചോ. എന്നിട്ട് 2 മാസത്തിനകം പതിവെച്ച ഭാഗത്ത് ധാരാളം വേരുകൾ ഉണ്ടായിട്ടുണ്ടാകും. വേര് മുളച്ച കമ്പ് പതിവെച്ചതിന് ശേഷം താഴെ മുറിച്ച് ചെടിച്ചട്ടിയിലോ ഗ്രോ ബാഗിലൊക്കെ നടാവുന്നതാണ്. വളർന്നു തുടങ്ങിയാൽ മണ്ണിലേക്ക് മാറ്റി നടാം. അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗത്ത് നിന്നുണ്ടാകും കുറച്ച് നാൾക്ക് ശേഷം വേരുകൾ ഇങ്ങനെ വന്നിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ആ ഒരു ഭാഗം മുറിച്ച് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പുതിയ ചെടി ഉണ്ടാക്കുന്നതിനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് പതിവയ്ക്കലെന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കിയില്ലേ, മാതൃസസ്യത്തിൻ്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ച് നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കുന്നതിനെയാണ് പതിവയ്ക്കൽ എന്ന് പറയുന്നത്. മാതൃസസ്യത്തിൻ്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ച് നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് പറയുന്നത്, പതിവയ്ക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പതിവയ്ക്കൽ എന്ന് പറയുന്നത് നാഗപതിവയ്ക്കലൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് എന്താണെന്ന് നോക്കാം. നാഗപതിവയ്ക്കൽ എന്ന് വെച്ചാൽ എന്താണ്, കുരുമുളക് പോലുള്ള ചെടികളുടെ നീളമുള്ള ശാഖകൾ മണ്ണിനടിയിലേക്ക് വളച്ചു വെച്ച് പല ഭാഗങ്ങളിൽ ഇടവിട്ട് മണ്ണിട്ട് മൂടിയും പതിവയ്ക്കാം. അതായത് കുരുമുളക് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് വളച്ചിട്ട്, അതായത് ആ ഒരു തണ്ട് എന്ന് പറയുന്നത് എന്ത് ചെയ്യാം, മണ്ണിനോട് ചേർന്ന് വെക്കുന്ന രീതിയിൽ അങ്ങനെ വെച്ചാൽ എന്ത് സംഭവിക്കാം, അവിടെ മണ്ണ് മൂടിയിട്ട് ഇടാണെന്നുണ്ടെങ്കിൽ പതിവയ്ക്കാം എന്നാണ് പറയുന്നത്. അതായത് നമ്മളൊരു കുരുമുളക് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വളഞ്ഞു പോകുന്ന സസ്യങ്ങൾ ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ,
അപ്പോൾ അങ്ങനെ നമുക്കറിയാലേ സാധാ ചെടികളൊക്കെ ഈ കാണ്ഡത്തിൽ നിന്നും ഉണ്ടാകുന്ന സസ്യങ്ങളൊക്കെ നമുക്ക് മണ്ണിനോട് ചേർന്ന് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം മണ്ണ് കുറച്ച് മൂടിയിടാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മണ്ണിനോട് ഭാഗത്ത് കൂടി മൂടിച്ചേരാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കാം, അവിടെ പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നതിനായിട്ട് വേരോട് കൂടിയ പുതിയ സസ്യം ഉണ്ടാകുന്നതിനായിട്ട് കാണാം. അതിനാണ് നാഗപതിവയ്ക്കൽ എന്ന് പറയുന്നത്. ഇനി വായുവിൽ പതിവയ്ക്കുന്നത് എങ്ങനെയാണ്? വായുവിൽ പതിവയ്ക്കൽ എന്ന് പറയുന്നത് പേര, കശുമാവ്, സപ്പോട്ട, റോസ്, ചാമ്പ, അത്തി, ബദാം എന്നിവയൊക്കെ എന്താണ് വായുവിൽ പതിവയ്ക്കുന്നതാണ്. വായുവിൽ പതിവയ്ക്കുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അല്ലേ, പേര, കശുമാവ്, സപ്പോട്ട, റോസ്, ചാമ്പ, അത്തി, ബദാം ഒക്കെ എന്താണ് വായുവിൽ പതിവയ്ക്കലാണ്. നാഗപതിവയ്ക്കൽ നമ്മൾ പറഞ്ഞില്ലേ വളഞ്ഞിട്ട് വെക്കുന്നതാണ്. അതിലേക്ക് ബോഗൺവില്ല, മുല്ല, പിച്ചി, കുരുമുളക്, മുന്തിരി, ജമന്തി, വെറ്റില എന്നിവയൊക്കെ അതുപോലെ വയ്ക്കാവുന്നതാണ്. വളച്ചിട്ട് നമുക്ക് പുതിയ സസ്യം ഉണ്ടാക്കാം അല്ലേ. ബോഗൺവില്ല, മുല്ല, പിച്ചി, കുരുമുളക്, മുന്തിരി, ജമന്തി, വെറ്റില എന്നിവയൊക്കെ. ഇനി പതിവെച്ചുണ്ടാകുന്ന സസ്യങ്ങളുടെ ചില സവിശേഷതകൾ എന്തൊക്കെയാണ്? മാതൃസസ്യത്തിൻ്റെ ഗുണങ്ങൾ ഉണ്ടാകും. നമ്മൾ പറഞ്ഞില്ലേ അതേ ഒരു സസ്യത്തിൻ്റെ ഗുണങ്ങൾ തന്നെയാണ് ഉണ്ടായിരിക്കുക. ചെടിയുടെ വലിപ്പവും ആയുർദൈർഘ്യം കുറവായിരിക്കും കേട്ടോ. ചെടിയുടെ വലിപ്പവും ആയുർദൈർഘ്യം കുറവായിരിക്കും. അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിപ്പം കുറവായിരിക്കും, അതുപോലെ തന്നെ ആയുർദൈർഘ്യവും കുറവായിരിക്കും. വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യും, പക്ഷേ എന്താണ് ആയുസ് കുറവാണല്ലേ പറഞ്ഞത്. ഇനി തായ്വേര് പടലം ഉണ്ടായിരിക്കില്ല, അതിന് കൂടുതൽ പരിചരണം ആവശ്യമാണ് എന്നാണ് പറയുന്നത്. ഇനി വേര് മുളപ്പിക്കൽ ഇങ്ങനെയും തണ്ടുപയോഗിച്ചുള്ള കായിക പ്രജനന രീതിയുടെ വിജയസാധ്യത പരമാവധി കൂട്ടുന്നതിനായിട്ട് ആക്സിൻ പോലുള്ള സസ്യ ഹോർമോണുകൾ അടങ്ങിയ ലായനിയിൽ വേര് മുളയ്ക്കേണ്ട കാണ്ഡഭാഗം മുക്കിവെച്ച് വേഗത്തിൽ വേര് പിടിപ്പിക്കുന്ന രീതി നിലവിലുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞില്ല ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സ്ലോ ആയിട്ടായിരിക്കാം ആ സസ്യം ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ സ്പീഡ് കൂടുന്നതിനായിട്ടൊരു ഹോർമോൺ കുത്തിവെക്കുകയാണ് ആക്സിൻ ഹോർമോൺ അല്ലേ. ഈ ആക്സിൻ ഹോർമോൺ എന്ന് പറയുന്നത് എന്തിനാണ്? വേരിൻ്റെ വളർച്ചയെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹോർമോണാണ്. അപ്പോൾ അത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ലൈനിൽ ഈ വേര് മുളയ്ക്കേണ്ട കാണ്ഡഭാഗം മുക്കി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സസ്യം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോസസ്സ് നോക്കാം. കമ്പോട്ടിക്കൽ അല്ലെങ്കിൽ ഗ്രാഫ്റ്റിംഗ് അറിയാവുന്ന കാര്യമായിരിക്കും. നോക്കിയേ ഈ മാവിൻ്റെ ഒരു തൈ വേണം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യാന്നാണ് പറയുന്നത്. നമ്മൾ അതിന് വേരൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ മാങ്ങ വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആക്കാമല്ലേ, പക്ഷേ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഉണ്ടാകുക. അപ്പോൾ അതല്ലാണ്ട് വേറെ എന്ത് വഴിയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. നാടൻ മാവാണെന്നുണ്ടെങ്കിൽ രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യാണ്ട് നാടൻ മാവും അതുപോലെ തന്നെ നമ്മുടെ നീലമാവ് വാങ്ങി വെക്കുന്ന മാവും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് നോക്കാം. നാടൻ മാവാണെന്നുണ്ടെങ്കിൽ എന്താണ് ചെറിയ മാങ്ങാണ് ഉണ്ടായിരിക്കുക, അതുപോലെ തന്നെ പുളിയുള്ളതോ മധുരമുള്ളതായിട്ടുള്ള മാങ്ങ ഉണ്ടാകാം. നമ്മുടെ മണ്ണിൽ നന്നായിട്ട് വളരുന്നതാണ്, പ്രത്യേകം പരിചരണത്തിനൊന്നും ആവശ്യമില്ല. എന്നാൽ നീലമാവാണെന്നുണ്ടെങ്കിൽ വലിയ മാങ്ങയായിരിക്കും, മധുരമുള്ള മാങ്ങയായിരിക്കും, നമ്മുടെ മണ്ണിൽ അങ്ങനെ പെട്ടെന്നൊന്നും വളരില്ല, നല്ല പരിചരണം ആവശ്യമാണ് ഈ നീലമാവിനൊക്കെ. അപ്പോൾ നമുക്ക് ഈ രണ്ടും കൂടിയിട്ട് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഗ്രാഫ്റ്റിംഗ് ചെയ്താൽ മതി. ഈ രണ്ടും കൂടിയിട്ടുള്ള ഒരു വിത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ രണ്ടും തമ്മിൽ എന്താണ് ചെയ്താൽ മതി? ഗ്രാഫ്റ്റിംഗ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നീലമാവിൻ്റെ ഒരു കമ്പ് നാടൻ മാവിൻ്റെ തൈയിൽ വെച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നീലമാവിൻ്റെ ഒരു കമ്പ് എന്ന് പറയുന്നത് നാടൻ മാവിൻ്റെ തൈയിൽ വെച്ച് പിടിപ്പിച്ചിട്ട് ഒരു പുതിയ തൈ ഉണ്ടാക്കുന്നതിനാണ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് രണ്ടിൻ്റെയും മിശ്രിതമാണല്ലേ കിട്ടുന്നത്. അതായത് ഒരു ചെടിയുടെയും മാത്രമല്ല രണ്ട് ചെടിയുടെയും ഇതാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ മണ്ണിൽ അത് നന്നായിട്ട് വളരും, നീലമാവിൻ്റെ മാങ്ങ ലഭിക്കുകയും ചെയ്യും. കാരണം അതിൻ്റെ എന്താണ് ചെയ്തത്? നീലമാവിൻ്റെ കമ്പെടുത്തിട്ട് നാടൻ മാവിൻ്റെ ഇതിലാണ് വെക്കുന്നത്. അപ്പോൾ നാടൻ മാവ് നമുക്കറിയാം നമ്മുടെ മണ്ണിൽ നന്നായിട്ട് വളരുന്നുള്ളത്, കാരണം അതിന് കമ്പെടുത്തിട്ടാണല്ലേ വെച്ചിരിക്കുന്നത്. ഇനി നീലമാവിൻ്റെ മാങ്ങ നമുക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ അതിനെയാണ് എന്ന് പറയുന്നത് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ കൂടുതലായിട്ടും അങ്ങനെ ഗ്രാഫ്റ്റിംഗ് ചെയ്തിട്ടുള്ള തൈകളൊക്കെ വരുന്നുണ്ട് അല്ലേ. കൃഷിഭവനിൽ നിന്നൊക്കെ നമുക്ക് കൂടുതൽ അങ്ങനത്തെ ചെടികൾ ലഭിക്കുന്നതാണ്. ഇനി കമ്പൊട്ടിക്കാം. എങ്ങനെയാണ് കമ്പൊട്ടിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നോക്കാം. 6 മാസം മുതൽ 1 വർഷം വരെ പ്രായമുള്ള ഒരു മൂവാണ്ടൻ മാവിനെ തൈ തിരഞ്ഞെടുക്കുക. വേരോട് കൂടി ഈ ചെടിയെ റൂട്ട് സ്റ്റോക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളൊരു മൂവാണ്ടൻ മാവിനെ വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വേരോട് കൂടിയിട്ടുള്ള ഒരു ചെടിയാണ് നമ്മൾ എടുക്കേണ്ടത്. അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്നത്. റൂട്ട് എന്നുള്ള പേരിൽ തന്നെ ഉണ്ടല്ലേ, വേരോട് കൂടിയ ചെടിയാണ് റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് റൂട്ട് സ്റ്റോക്ക് നൽകിയിട്ടുണ്ട് കേട്ടോ. വേരോട് കൂടിയൊരു ചെടി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി എന്താണ്? നല്ല കായ്ഫലമുള്ള നീലം മാവിൽ നിന്ന് റൂട്ട് സ്റ്റോക്കിൻ്റെ അതേ വണ്ണമുള്ളൊരു കമ്പ് മുറിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഇതിനെ സയൺ എന്നാണ് പറയുന്നത്. അതായത് നമ്മളൊരു നീലമാവാണല്ലേ ഒട്ടിച്ച് ചേർക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ നീലമാവിൻ്റെ റൂട്ട് സ്റ്റോക്കിൻ്റെ അതേ വണ്ണമുള്ളൊരു കമ്പ് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കി ഒരു കമ്പ് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആ പിക്ചറിൽ കാണാനായിട്ട് പറ്റില്ല. ഒരു വണ്ണമുള്ളൊരു കമ്പ് മുറിച്ചെടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ സയൺ എന്നാണ് പറയുന്നത്. പുതിയ മുകുളങ്ങൾ വരാൻ തുടങ്ങിയ കമ്പാണ് സയണായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ നോക്കി ചെറിയ ചെറിയ മുകുളങ്ങൾ വരുന്ന ഒരു കമ്പനായിരിക്കണം തിരഞ്ഞെടുക്കുന്നത് കേട്ടോ.
ഒട്ടിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നത് എന്തായിരിക്കണം? പുതിയ പുതിയ മുകുളങ്ങൾ പോലെ വരുന്ന ചെറിയ സസ്യത്തിനെ ആയിരിക്കണം തിരഞ്ഞെടുക്കുന്നത്. അതിന് നമ്മൾ സയൺ എന്ന് പറയുന്നത്. കമ്പൊട്ടിക്കാനായിട്ട് റൂട്ട് സ്റ്റോക്കിൻ്റെ അടിവശത്ത് നിന്ന് 15 സെൻറ്റിമീറ്റർ മുകളിൽ മുറിച്ച് മാറ്റണം. അപ്പോൾ നമുക്കറിയാമല്ലോ നമ്മൾ മൂവാണ്ട മാവിനാണ് ആക്കുന്നത്. അപ്പോൾ മൂവാണ്ട മാവിനെ അതിൻ്റെ മുകളിൽ നിന്നും ഒരു 15 സെൻറ്റിമീറ്റർ മുകളിൽ വെച്ച് മുറിച്ച് മാറ്റാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ റൂട്ട് സ്റ്റോക്കിൻ്റെ ഭാഗത്ത് നടുവിൽ കത്തി ഉപയോഗിച്ച് 4 സെൻറ്റിമീറ്റർ നീളത്തിൽ താഴേക്ക് മുറിക്കുന്നു. അപ്പോൾ എന്താണ് ചെയ്ത് ആദ്യം തന്നെ പകുതി മുറിച്ച് മാറ്റി എന്നിട്ട് നീളത്തിൽ താഴേക്ക് മുറിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സയണിൻ്റെ അടിഭാഗം 2 വശവും ചിത്രത്തിൽ കാണുന്നത് പോലെ ചെരിച്ച് ചെത്തണം. നോക്കി ചെരിച്ച് ചെത്തിയിട്ടുണ്ട് അല്ലേ? സയൺ എന്ന് പറയുന്നത് 2 വശം ചെരിച്ച് ചെത്തിയിട്ടുണ്ട്. റൂട്ട് സ്റ്റോക്കിൽ ഉണ്ടാക്കിയ വിടവിലേക്ക് സയൺ തിരികെ വെച്ച് പോളിത്തീൻ ടേപ്പ് ഉപയോഗിച്ച് ചുറ്റിക്കെട്ടണം. സയൺ സ്റ്റോക്കിനോട് ഒട്ടി വളർന്നു കഴിഞ്ഞാൽ ചെടി സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് മാറ്റി നടാം. അങ്ങനെ ഒരു ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരിക്കില്ലേ? അപ്പോൾ ആദ്യത്തെ ചെടിയിൽ നമ്മൾ നടുക്ക് കീറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നടുക്ക് കീറിയ അതിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യാണ്? ഈ നമ്മൾ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ സൈഡായിട്ട് മുറിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്ന കമ്പുണ്ടല്ലോ സയൺ എന്ന് പറയുന്നത്, നമ്മൾ നീലമാവിന് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അത് ഇതിനുള്ളിലേക്ക് ഒന്ന് ഇറക്കുകയാണെന്നിട്ട് ഒന്ന് പൊതിഞ്ഞ് വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് പുതിയ ഈ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്ന ഗ്രാഫ്റ്റിംഗ് തൈകളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഗുണമേന്മയുള്ള ഒരു സസ്യത്തിൻ്റെ കമ്പ് അതേ വർഗ്ഗത്തിൽപ്പെട്ട വേരോട് കൂടിയ മറ്റൊരു സസ്യത്തിൽ ഒടിച്ചു ചേർത്ത് മികച്ച ഇനം തൈ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് കമ്പൊട്ടിക്കൽ എന്ന് പറയുന്നത്. ഗുണമേന്മയുള്ള ഒരു സസ്യത്തിൻ്റെ കമ്പ് എന്ന് പറയുന്നത് എന്ത് ചെയ്തു? അതേ വർഗ്ഗത്തിൽപ്പെട്ട വേരോട് കൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്തു അല്ലേ? അതിനെയാണ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കമ്പൊട്ടിക്കൽ എന്ന് പറയുന്നത്. ഒട്ടിക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടിയെ നമ്മൾ റൂട്ട് സ്റ്റോക്ക് എന്ന് പറയും. അതുപോലെ ഒട്ടിക്കുന്ന കമ്പി നമ്മൾ എന്ന് പറഞ്ഞു സയൺ എന്നും പറയുന്നു. കമ്പൊട്ടിക്കൽ വഴി തൈ ഉണ്ടാക്കുന്നതിന് നേട്ടങ്ങൾ എന്തെല്ലാമായിരിക്കും? എന്തൊക്കെയായിരിക്കും? വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. നമ്മൾ കമ്പ് വെച്ചിട്ട് ഒട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ വേഗത്തിൽ കായ്ക്കുകയും അതുപോലെ തന്നെ പൂക്കുകയും ചെയ്യും. അതുപോലെ തന്നെ എന്താണ് പിന്നത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത്? പിന്നെ എന്തൊക്കെയാണ് ഉണ്ടാകുക? അതുപോലെ തന്നെ നമ്മൾ 6 മാസം മുതൽ 1 വർഷം പ്രായമുള്ള ഒരു മൂവാണ്ട മാവിനെയാണ് നമ്മൾ എടുത്തത്. അതായത് ചെറിയ പ്രായമുള്ള മൂവാണ്ട മാവിനാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നതെന്നും കൂടിയും ആലോചിച്ച് വെക്കാം. അതുപോലെ തന്നെ വേഗത്തിൽ പൂക്കുന്നു പറഞ്ഞു. അതുപോലെ തന്നെ കുറഞ്ഞ പരിചരണം മതിയാകും അല്ലേ? നമുക്ക് രണ്ടിനും കൂടി മിശ്രിതമാണ്. അപ്പോൾ നമുക്കറിയാം കുറഞ്ഞ പരിചരണം, നമുക്ക് നാടൻ മാവിന് അധികം പരിചരണത്തിന് ആവശ്യമൊന്നുമില്ല. അതാണ് പറയുന്നത് കുറഞ്ഞ പരിചരണം മതി, നമ്മുടെ മണ്ണിൽ അത് നന്നായിട്ട് വളരും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ കമ്പൊട്ടിക്കൽ വഴി ഉണ്ടാക്കിയ മാവിൻ്റെ കുറഞ്ഞ കാലം കൊണ്ട് പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കാം? നമ്മൾ രണ്ടും കൂടിയിട്ടാണല്ലേ ചെയ്യുന്നത്. മറ്റേ നീലമാവിനാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നുണ്ട്. അത് കാരണമാണ് അത് രണ്ടും കൂടിയിട്ട് ഒരുമിച്ച് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. സൈഡായി എടുക്കുന്ന കമ്പ് മൂപ്പെത്തിയില്ലെങ്കിൽ കായ്കളുണ്ടാകാൻ കൂടുതൽ കാലം വേണ്ടി വരും അല്ലേ? മൂപ്പെത്തിയിട്ടുണ്ടാകണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ഇനി നെക്സ്റ്റത്തെ പ്രോസസ്സാണ് മുകുളം ഒട്ടിക്കൽ എന്ന് പറയുന്നത്, ബഡ്ഡിങ് എന്ന് പറയുന്നത്. മുകുളം ഒട്ടിക്കൽ വെച്ചാൽ എന്താണെന്ന് നോക്കാം. കമ്പിന് പകരം മുകുളമാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ ഇത്ര നേരം എടുത്തിരുന്നത് കമ്പായിരുന്നല്ലോ എടുത്തിട്ടുണ്ടായിരുന്നത്, പക്ഷേ മുകുളം എടുക്കുന്നതിനാണ് മുകുളം ഒട്ടിക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കി മികച്ച തൈകൾ മിതമായ വിലയ്ക്ക് അതുപോലെ തന്നെ കൂടുതൽ ഉൽപ്പാദനം കട്ടിയുള്ള പാലിനൊക്കെ പറഞ്ഞിട്ട് ഒരു പിക്ചർ നൽകിയിട്ടുണ്ടല്ലേ? നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. മുകുളം ഒട്ടിക്കൽ എന്ന് വെച്ചാൽ എന്താണ്? ഗുണമേന്മയുള്ള ഒരു സസ്യത്തിൻ്റെ മുകുളം അതേ വർഗ്ഗത്തിൽപ്പെട്ട വേരോട് കൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച നടീൽ വസ്തു ഉണ്ടാക്കുന്ന രീതിയാണ് മുകുളം ഒട്ടിക്കൽ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം പ്രോസസ്സ് തന്നെ അല്ലേ? പക്ഷേ എന്താണ് മുകുളമാണ് എടുക്കുന്നത്. ഗുണമേന്മയുള്ള സസ്യത്തിൻ്റെ മുകുളം അതേ വർഗ്ഗത്തിൽപ്പെട്ട വേരോട് കൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച നടീൽ വസ്തു ഉണ്ടാക്കുന്ന രീതിയാണ് മുകുളം ഒട്ടിക്കൽ എന്ന് പറയുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല അല്ലേ? നമുക്ക് നോക്കി വായിച്ച് നോക്കാം. നല്ല ഇനം പ്ലാവിൻ്റെ ശിഖരത്തിൽ നിന്നും മുകുളം തൊലിയോടുകൂടി ചെത്തിയെടുക്കുക, അതിനെയാണ് സയൺ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നായിരുന്നു ഒരു കമ്പായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെ സയൺ എന്ന് പറഞ്ഞു. നമ്മൾ മുകുളം എടുക്കുന്ന കാരണം ആ മുകുളത്തിനെയാണ് എന്ന് പറയുന്നത് സയൺ എന്ന് പറയുന്നത്. ചട്ടിയിലോ ഗ്രോ ബാഗിലോ വളർത്തിയ നാടൻ ഇനത്തിൽപ്പെട്ട പ്ലാവിൻ തൈയിൽ നിന്ന് പ്ലാവാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കറിയാം റൂട്ട് സ്റ്റോക്കാണല്ലേ? ആ വേരോട് കൂടിയ ചെടിയായി കാരണം നമ്മൾ ഇതിനെ റൂട്ട് സ്റ്റോക്ക് എന്ന് പറയും. ആ മുകുളം ഒട്ടിക്കാനുള്ള സ്ഥലത്തിനുള്ള പുറന്തൊലി ചെത്തി മാറ്റാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ നമ്മൾ തൊഴിൽ നീക്കിയ ഭാഗമുണ്ടല്ലോ അവിടെ നമ്മൾ എന്ത് ചെയ്യും? ഈ സൈഡിൽ അതായത് ഈ മുകുളം വെച്ചിട്ട് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ പോളിത്തീൻ കവർ കൂടെ പൊതിയാണല്ലേ ചെയ്യുന്നുണ്ട്. എന്നിട്ട് മുകളിലുള്ള ഭാഗം മുറിച്ച് മാറ്റി നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഭാഗം മുറിച്ച് മാറ്റിയിട്ട് നമുക്ക് പുതിയ ചെടി നടാവുന്നതാണ്. നമ്മുടെ നാടൻ റോസിലൊക്കെ എന്താണ് ചെയ്യുന്നത്? ഇങ്ങനെയാട്ടോ ചെയ്യുന്നത്. മുകളിലൊട്ടിക്കലെയാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. നാടൻ റോസിലൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ.
ഇനി എന്താണ് വർഗ്ഗസങ്കരണം അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്? വർഗ്ഗസങ്കരണം എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് നൽകിയിട്ടുണ്ട്, ഒരു പിക്ചർ നൽകിയിട്ടുണ്ട്. നമ്മൾ നാടൻ മുളക് നൽകിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഈ മുളക് നൽകിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് ഡിഫറൻസ് നമുക്ക് നോക്കി. നാടൻ മുളകിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അധികം പൂക്കളൊന്നും ഉണ്ടാവണില്ല അല്ലേ, കായ്കൾ അധികം മുളകൊന്നും ഉണ്ടാകുന്നില്ല. എന്നാൽ പുറത്ത് വാങ്ങിച്ച് തൈക്കളാണെന്നുണ്ടെങ്കിൽ എന്തുണ്ടാകുന്നുണ്ട്? നന്നായിട്ട് ഉണ്ടാകുന്നുണ്ട് അല്ലേ, ഫലം നന്നായിട്ട് ഉണ്ടാകുന്നുണ്ടെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലായി. ഇനി എന്താണ് സ്വപരാഗണം അല്ലെങ്കിൽ പരപരാഗണം എന്ന് വെച്ചാൽ നമുക്കറിയാം അല്ലേ, പരാഗണം വഴിയാണ് വിത്ത് ഉണ്ടാകുന്നത്, നമ്മൾ എല്ലാ ക്ലാസ്സുകളിലും പഠിക്കുന്നതാണ്. അപ്പോൾ സ്വപരാഗണം എന്ന് വെച്ചാൽ എന്താണ്? ഒരു ചെടിയുടെ തന്നെ രണ്ട് പൂക്കളുണ്ട് അല്ലേ, നമുക്ക് പിക്ചറിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ, ഒരു ചെടിയിൽ തന്നെ രണ്ട് പൂക്കളുണ്ട്. അങ്ങനെ ഈ രണ്ട് പൂവിൽ ഒരു ചെടിയുടെ തന്നെ രണ്ട് പൂക്കളിൽ നടക്കുന്ന പരാഗണത്തെയാണെന്ന് പറയുന്നത് സ്വപരാഗണം എന്ന് പറയുന്നത്. അതല്ല രണ്ട് ചെടിയുടെ വെവ്വേറെയുള്ള പൂക്കളാണെന്നുണ്ടെങ്കിൽ അവ തമ്മിൽ നടക്കുന്നതിനാണെന്ന് പറയുന്നത് പരപരാഗണം എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് ചെടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരേ സസ്യത്തിലുള്ള രണ്ട് ചെടികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വപരാഗണം എന്ന് പറയും. പരാഗണം നടക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഡിഫറൻസ് ചെടിയുടെ തമ്മിലുള്ള എന്താണ് പരാഗണം നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പരപരാഗണം എന്ന് പറയും. ആ പേരിൽ തന്നെ അല്ലേ സ്വപരാഗണം എന്ന് വെച്ചാൽ സ്വയമുള്ളത്, സ്വയമായിട്ട് പരാഗണം ചെയ്യുന്നു എന്ന് പറയാം. ഇനി നെക്സ്റ്റ് എന്താണ് കൃത്രിമ പരാഗണം എന്ന് വെച്ചാൽ? കൃത്രിമ പരാഗണം എന്ന് വെച്ചാൽ എന്താണ്? നമുക്കറിയാമല്ലേ, സ്വപരാഗണം പരപരാഗണം നടക്കണമെന്ന് പറഞ്ഞു. എന്നാൽ കൃത്രിമമായിട്ട് പരാഗണം നടത്തിയിട്ട് നമുക്ക് ഓരോ ചെടികൾ ഉണ്ടാക്കാമെന്നാണ് പറയുന്നത്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സ്വപരാഗണം തടയുന്നതിന് കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിലെ കേസരങ്ങൾ മുറിച്ച് മാറ്റുന്നു. കേസരങ്ങൾ മുറിച്ച് മാറ്റാണ് ചെയ്യുന്നത്. നമുക്ക് കേസരവും ചെനിയിപ്പുഴും അണ്ടമണ്ടാശയം ഒക്കെ എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓൾറെഡി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കാരണം ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാറുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് കേസരങ്ങൾ എടുത്തു അല്ലേ, കേസരങ്ങൾ ഈ മഞ്ഞ കാണുന്ന പൂമ്പൊടിയില്ല, അതാണ് നമ്മൾ കേസരങ്ങൾ എന്ന് പറയുന്നത്, അതെടുത്തു. എന്നിട്ട് ഈ പൂവിൽ മറ്റു പൂക്കളിൽ നിന്നും പരാഗരേണുക്കൾ എത്താതിരിക്കാൻ വേണ്ടി പൂവ് എന്താണ് പൊതിഞ്ഞ് കെട്ടിയിട്ടോ. അപ്പോൾ അതിൽ നിന്നും അവർ സ്വയം പരാഗണം നടക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് പരാഗണം നടക്കുന്നതിന് എന്ത് വേണം? കേസരങ്ങൾ വേണം. ഈ കേസരങ്ങൾ മുറിച്ച് മാറ്റി പൊതിഞ്ഞ് കെട്ടാണ്, വേറൊരു ഒന്നും അങ്ങോട്ടേക്ക് എത്താനായിട്ട് പാടില്ല. അതേ ഇനത്തിൽപ്പെട്ട വ്യത്യസ്ത ഗുണങ്ങളുള്ള ചെടിയിലെ പൂവിൽ നിന്നും പരാഗരേണുക്കൾ ബ്രഷിൽ ശേഖരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അതേ ഇനത്തിൽ തന്നെയുള്ള വേറെ സസ്യങ്ങളിൽ നിന്നും എന്ത് ചെയ്യാണ്? പരാഗരേണുക്കൾ ശേഖരിക്കുകയാണ്. നമുക്കറിയാമല്ലേ, പരാഗരേണുക്കൾ എന്ന് പറയുന്നത് കേസരം എന്ന് പറയുന്നതൊക്കെ നമുക്കറിയാം. അപ്പോൾ അങ്ങനെ വേറൊരു ചെടിയുടെ പരാഗരേണുക്കൾ എത്തിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ പരാഗരേണുക്കൾ ശേഖരിച്ച പരാഗരേണുക്കൾ കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിനെ പരാഗണ സ്ഥലത്ത് പതിപ്പിക്കുന്നു. അങ്ങനെ മറ്റു പൂക്കളിൽ നിന്നുള്ള പരാഗണം തടയുന്നതിനായിട്ട് ഈ പൂ വീണ്ടും പൊതിഞ്ഞു കെട്ടുന്നു. അപ്പോൾ കേസരപ്പൂടെ നമ്മൾ മുറിച്ച് മാറ്റി എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? വേറെ പരാഗരേണുക്കൾ എടുത്തിട്ട് ഇതിൻ്റെ അടുത്ത് കൊണ്ട് പോയിട്ട് എന്ത് ചെയ്യണം? പരാഗണം ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് വീണ്ടും പൊതിഞ്ഞ് കെട്ടാണ് വേറൊരു ഒന്നും ഉണ്ടാവുന്നതിനായിട്ട്, വേറെ എങ്ങനെയും പരാഗണം നടക്കാതിരിക്കുന്നതിനായിട്ടോ. അപ്പോൾ എന്താണ് വർഗ്ഗസങ്കരണം എന്ന് വെച്ചാൽ എന്നാണ് പറഞ്ഞു വരുന്നത്. ഒരേ വർഗ്ഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത ഗുണങ്ങളുള്ളതുമായ രണ്ട് ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി രണ്ടിൻ്റെയും ഗുണങ്ങൾ ചേർന്ന പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗ്ഗസങ്കരണം എന്ന് പറയുന്നത്. ഒരേ വർഗ്ഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത ഗുണങ്ങളുള്ളതുമായ രണ്ട് ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി അതിന് രണ്ടിൻ്റെയും ഗുണങ്ങൾ ചേർന്ന പുതിയ വിത്തുകൾ ഉണ്ടാകുന്ന രീതിയാണ് വർഗ്ഗസങ്കരണം എന്ന് പറയുന്നത്. ഇങ്ങനെ ഉണ്ടാക്കുന്ന വിത്തുകളിൽ നിന്ന് ഗുണമേന്മയുള്ള വിത്തുകൾ തിരഞ്ഞെടുക്കുന്നു. ഇവയാണ് സങ്കരീന വിത്തുകൾ എന്ന് പറയുന്നത്. അങ്ങനെ കുറേ വിത്തുകൾ ഉണ്ടാകാം, അതിൽ നല്ല എണ്ണം വിത്തുകൾ തിരഞ്ഞെടുക്കുന്നതിനെയാണ് സങ്കരീന വിത്തുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരേ വർഗ്ഗത്തിൽപ്പെട്ടതും രണ്ട് വ്യത്യസ്ത ഗുണങ്ങളായിരിക്കാം. അപ്പോൾ ഒരേ വർഗ്ഗത്തിലാണ് രണ്ട് വ്യത്യസ്ത ഗുണങ്ങളാണ്. അപ്പോൾ അത് തമ്മിൽ കൃത്രിമ പരാഗണം നടക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഈ രണ്ട് സസ്യത്തിൻ്റെയും ഗുണങ്ങൾ ലഭിക്കും അല്ലേ. അങ്ങനെ ലഭിക്കുന്ന പുതിയ സസ്യത്തെയാണ് വർഗ്ഗസങ്കരണം എന്ന് പറയുന്നത്. അങ്ങനെ ലഭിക്കുന്ന വിത്തുകളെയാണ് സങ്കരീന വിത്തുകൾ, നല്ല വിത്തുകളെയാണ് സങ്കരീന വിത്തുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും ചോദിക്കാറുള്ള ഒരു ഭാഗമാണ്. ഇനി നെക്സ്റ്റ് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം. ഇനി മുളകിൻ്റെ സങ്കരീന വിത്തുകൾ ഏതൊക്കെയാണ്? ഉജ്ജ്വല, ജ്വാലാമുഖിയൊക്കെയാണ് മുളകിൻ്റെ സങ്കരീന വിത്തുകൾ എന്ന് പറയുന്നത്. ഇനി പയറിൻ്റെ എന്താണ്? ജ്യോതിക, ഭാഗ്യലക്ഷ്മിയാണ്. പയറിൻ്റെ ജ്യോതിക, ഭാഗ്യലക്ഷ്മി. നെല്ല് പവിത്ര, അന്നപൂർണ. തെങ്ങ് ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര. വെണ്ട സൽകീർത്തി, കിരൺ. അപ്പം മുളകിന് എന്താണ്? ഉജ്ജ്വല, ജ്വാലാമുഖി. പയർ ജ്യോതിക, ഭാഗ്യലക്ഷ്മി. നെല്ല് പവിത്ര, അന്നപൂർണ. തെങ്ങ് ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര. വെണ്ട സൽകീർത്തി, കിരൺ. ഒന്നുകൂടി പഠിച്ചു വയ്ക്കാം. മുളക് ഉജ്ജ്വല, ജ്വാലാമുഖി. പയർ ജ്യോതിക, ഭാഗ്യലക്ഷ്മി. നെല്ല് പവിത്ര, അന്നപൂർണ. തെങ്ങ് ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര. വെണ്ട സൽകീർത്തി, കിരൺ. നമുക്ക് ഈ ചന്ദ്രലക്ഷയും ഭാഗ്യലക്ഷ്മിയും ഒക്കെ നൽകിയിട്ടുണ്ട്.
ഇനി എപ്പോഴും ചോദിക്കാറുണ്ടല്ലേ, കേരള കാർഷിക സർവകലാശാല എവിടെയാണ്? മണ്ണുത്തിയിലാണ്. തൃശ്ശൂരുള്ള മണ്ണുത്തിയിലാണ് കേരള കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക ഗവേഷണ കേന്ദ്രമാണ് കേരള കാർഷിക സർവകലാശാല. വിവിധയിനം വിളകൾ, മൃഗങ്ങൾ, പക്ഷികൾ മുതലായവയെക്കുറിച്ചുള്ള ഗവേഷണങ്ങളും വിജ്ഞാന വ്യാപന പരിപാടികളുമാണ് മുഖ്യ പ്രവർത്തനങ്ങൾ. കേരള കാർഷിക സർവകലാശാലയുടെ പ്രാദേശിക ഗവേഷണ കേന്ദ്രങ്ങൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇനി കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ശ്രീകാര്യം, തിരുവനന്തപുരത്താണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം. കിഴങ്ങ് വർഗ്ഗങ്ങളെ പറ്റിയുള്ള പഠനവും അവയുടെ ഉൽപ്പാദനവുമാണ് ഇവിടെ നടക്കുന്നത്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോട്ടയം. അത്യുൽപാദന ശേഷിയുള്ളതും വിവിധ ഭൂവിഭാഗങ്ങൾക്ക് അനുയോജ്യമായ റബ്ബർ ഇനങ്ങൾ വികസിപ്പിക്കുന്നു. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? കോട്ടയത്താണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കാസർഗോഡാണ്. തെങ്ങ്, കവുങ്ങ്, കൊക്കോ തുടങ്ങിയവയെക്കുറിച്ചുള്ള ഗവേഷണമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? എന്തൊക്കെയാണ്? കേരള കാർഷിക സർവകലാശാല മണ്ണുത്തി തൃശ്ശൂരാണ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം, തിരുവനന്തപുരം. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോട്ടയം. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്. അപ്പോൾ എത്രയൊക്കെയാണ്ടോ ഈ ചാപ്റ്ററിൽ പറയുന്നത്. അതുപോലെ തന്നെ വളക്കൂറുള്ള മണ്ണ് എന്ന് പറയുന്നൊരു ഭാഗം വരുന്നുണ്ട്. ആ ഭാഗത്തു നിന്നും കഴിഞ്ഞ എക്സാമിന് ഇപ്പോൾ നടന്ന എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏതിനായിരുന്നു എന്ന് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മ കിട്ടുന്നില്ല. LDC ആയിരുന്നു തോന്നുന്നു. LDC ആയിരുന്നു ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം. വിത്തും വളവും. നമ്മൾ വളക്കൂറുള്ള മികച്ച വിളവ് ലഭിക്കുന്നതിനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? വളക്കൂറുള്ള മണ്ണായിരിക്കണം, കീടനിയന്ത്രണമായിരിക്കണം എന്നൊക്കെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളക്കൂറുള്ള മണ്ണെന്ന് പറയുന്നതാണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഭാഗമാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല വിളവ് ലഭിക്കാൻ ശരിയായ വളപ്രയോഗം വേണം. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് വളങ്ങൾ ഉപയോഗിക്കുന്നത്? നമ്മൾക്ക് ചാണകം, യൂറിയ, അതുപോലെ തന്നെ എന്താണ് ചകിരിച്ചോറൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ വളക്കൂറുള്ള മണ്ണിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. കമ്പോസ്റ്റ് വളം ഉപയോഗിക്കുന്നുണ്ടല്ലേ. അതുപോലെ തന്നെ എല്ലുപൊടി, കോഴിക്കാഷ്ടം, ആട്ടിൻകാഷ്ടം, മീൻ വളം, മണ്ണിലെ കമ്പോസ്റ്റ്, പച്ചില വളമൊക്കെ എന്താണ് വളമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. ഇനി നോക്കി ഇവിടെ രാസവളങ്ങളും ജൈവവളങ്ങളും ചോദിച്ചിട്ടുണ്ട്. ഇതായിരുന്നു കേട്ടോ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ടായിരുന്നത്. കമ്പോസ്റ്റ് വളം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ജസ്റ്റ് വായിച്ച് തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ്. കമ്പോസ്റ്റ് വളം എന്ന് പറയുന്നത് എന്താണ്? ജൈവവളമാണ്. കമ്പോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ജൈവവളമാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ജൈവവളങ്ങളിൽ ഏതൊക്കെ വരാം? കമ്പോസ്റ്റ് വളം വരും. അതുപോലെ തന്നെ എന്താണ്? കോഴിക്കാഷ്ടം വരും അല്ലേ. കോഴിക്കാഷ്ടം എന്ന് പറയുന്നത് എന്താണ്? ജൈവവളമാണ്. എല്ലുപൊടി എന്ന് പറയുന്നത് എന്താണ്? ജൈവവളമാണ്. അതുപോലെ തന്നെ മീൻ വളം, പച്ചില വളം, ആട്ടിൻകാഷ്ടം, മണ്ണിര കമ്പോസ്റ്റ്, എല്ലുപൊടി എന്നിവയൊക്കെ എന്താണ്? ഈ ജൈവവളമാണ്. ഇനി രാസവളങ്ങൾ ഏതൊക്കെയാണ്? രാസവളങ്ങൾ എന്ന് പറയുന്നത് NPK വളം എന്ന് പറയുന്നത് എന്താണ്? രാസവളമാണ് അല്ലേ. അമോണിയം നൈട്രേറ്റ്, അമോണിയം സൾഫേറ്റ്, അമോണിയത്തിന് തന്നെ നൈട്രേറ്റ്, സൾഫേറ്റ് എന്നിവയൊക്കെ എന്താണ്? രാസവളമാണ്. സൂപ്പർ ഫോസ്ഫേറ്റ് എന്നിവയൊക്കെ എന്താണ്? ഇത് രാസവളത്തിന് എക്സാമ്പിളാണ്. ഇനി ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് ആരാണ്? ഹരിതവിപ്ലവത്തിൻ്റെ പിതാവും കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ PSC ആവർത്തിക്കുന്ന ചോദ്യങ്ങൾ, സയൻസ് ചോദ്യങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമ്മൾ ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ വന്ന 2 ക്വസ്റ്റ്യൻ ആണല്ലേ. ഒന്ന് പറയുന്നത് എന്തായിരുന്നു? സങ്കരീനം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് ഇപ്പോൾ ജൈവവളം രാസവളം നമ്മൾ ഇപ്പോൾ പറഞ്ഞില്ല, ആ ഒരു ഭാഗത്തു നിന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു. മൂന്നാമത് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഭാഗമാണ്. ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് എന്ന് പറയുന്നത് ആരാണെന്നായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്? ഡോക്ടർ MS സ്വാമിനാഥനാണ്. ഡോക്ടർ MS സ്വാമിനാഥൻ ഇന്ത്യയിലെ ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന കൃഷി ശാസ്ത്രജ്ഞനാണ്. അപ്പോൾ ഈ ചാപ്റ്റർ ഇമ്പോർട്ടൻറ്റ് മനസ്സിലായല്ലോ അല്ലേ. 3 ക്വസ്റ്റ്യൻ ആണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഡോക്ടർ MS സ്വാമിനാഥനാണ് ഇന്ത്യയിലെ ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ വികസിപ്പിക്കുകയും കർഷകർക്കിടയിൽ പ്രചരിപ്പിക്കുകയും അതുവഴി ഭക്ഷ്യോൽപാദന മേഖലയിൽ കുതിച്ചുചാട്ടം സാധ്യമാക്കുകയും ചെയ്തു. തെക്ക് കിഴക്കേഷ്യയിലെ മിക്ക രാജ്യങ്ങളെയും പട്ടിണിയിൽ നിന്ന് കരകയറ്റിയത് അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങളായിരുന്നു. മാക്സെ വേൾഡ് ഫുഡ് പ്രൈസ്, പത്മഭൂഷൺ എന്നീ പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥനാണ്. ഇനി ജൈവവളങ്ങളും രാസവളങ്ങളും തമ്മിൽ എന്തൊക്കെയാണ് ഡിഫറൻസ് നമുക്ക് നോക്കാം. ജൈവവളങ്ങൾ എന്താണ്? ജൈവവസ്തുക്കളിൽ നിന്നാണ് ലഭിക്കുന്നത്. കൂടുതൽ അളവിൽ വേണ്ടി വരും. മണ്ണിന് ദോഷകരമല്ല അല്ലേ. ഒരു നിശ്ചിത ഘടകം മാത്രമായിട്ട് നൽകാനായിട്ട് കഴിയില്ല. രാസവളങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? രാസവസ്തുക്കൾ ഉപയോഗിച്ച് വ്യാവസായികമായി നിർമ്മിക്കുന്നു. കുറഞ്ഞ അളവിൽ മതി. അമിതമായ ഉപയോഗം മണ്ണിനെ ഘടനയെ നശിപ്പിക്കും. ആവശ്യമുള്ള ഘടകം മാത്രമാണ് നമ്മൾ അതിനായിട്ട് നൽകേണ്ടത്. ജൈവവളങ്ങൾക്കും രാസവളങ്ങൾക്കും അതിൻ്റേതായ ഗുണങ്ങളും ദോഷങ്ങളുണ്ട്. ജൈവവളം കൂടുതലും രാസവളം കുറവും ഉപയോഗിക്കുന്ന സമ്മിശ്ര വളപ്രയോഗ രീതിയാണ് നമ്മുടെ ഈ നാട്ടിലെ കർഷകർ പിന്തുടരുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ കൂടുതലും ജൈവവളമാണ് ഉപയോഗിക്കുന്നത്, രാസവളം കുറച്ചാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ സമ്മിശ്ര വളപ്രയോഗമാണ് കൂടുതലും കൃഷിക്കാർ ചെയ്യേണ്ടത്. ഇനി എന്താണ് ജീവാണുവളം അല്ലെങ്കിൽ മൈക്രോബിയൽ ഫെർട്ടിലൈസർ എന്ന് വെച്ചാൽ എന്താണ്? സൂക്ഷ്മജീവികൾ ഉപയോഗപ്പെടുത്തിയുള്ള വളപ്രയോഗ രീതിയാണ് ജീവാണു വളപ്രയോഗം എന്ന് പറയുന്നത്.
സ്യൂഡോമോണസ്, അസ്പോസ്പെറിലം എന്നിവ ജീവാണുവളങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. സ്യൂഡോമോണസ്, അസ്പോസ്പെറിലം എന്നിവയൊക്കെ എന്താണ്? ജീവാണുവളം അല്ലേ? സൂക്ഷ്മജീവികൾ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള വളപ്രയോഗ രീതിയാണ് ജീവാണുവളം എന്ന് പറയുന്നത്. ഇനി കീടനിയന്ത്രണത്തിനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത്? രാസകീടനാശിനി തെളിയിക്കാറുണ്ട് അല്ലേ? നമ്മൾ അതുപോലെ തന്നെ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? പ്രാണികളൊക്കെ സൂക്ഷ്മജീവികളൊക്കെ നശിച്ചു പോകുന്നുണ്ട് അല്ലേ? അതുപോലെ തന്നെ പുകയില കഷായം തെളിയിക്കുന്നുണ്ട് നമുക്കറിയാം. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. കീടനിയന്ത്രണ മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്? ജൈവ നിയന്ത്രണം എന്ന് വെച്ചാൽ എന്താണ്? വായിച്ച് നോക്കാം കേട്ടോ. നമുക്ക് വട്ടച്ചാഴി അല്ലെങ്കിൽ ലേഡിബഗ് എന്ന ശബ്ദം ചെടികളിൽ വളരുന്ന പല കീടങ്ങളെയും നശിപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള മറ്റൊരു മിത്രകീടമാണ് ട്രൈക്കോഗ്രാമ എന്ന് പറയുന്നത്. ഇതുപോലെ തവള, അരണ, ഓന്ത്, വണ്ട് തുടങ്ങിയ ജീവികളൊക്കെ വിളകളെ ബാധിക്കുന്ന കീടങ്ങളെ നിന്ന് നശിപ്പിക്കുന്നു. ഇത്തരം കീടനിയന്ത്രണത്തെയാണ് ജൈവ നിയന്ത്രണം എന്ന് പറയുന്നത്. കീടനാശിനികൾ പ്രയോഗിക്കുമ്പോൾ കീടങ്ങളോടൊപ്പം മിത്ര കീടങ്ങൾ നശിക്കുന്നുണ്ട്. അപ്പോൾ ജൈവ നിയന്ത്രണം എന്ന് വെച്ചതാണ് ജൈവ കീടനാശിനികൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അരണ, ഓന്ത്, വണ്ട് ഇങ്ങനെ പല ജീവികളും അതുപോലെ അതിലുണ്ടായിരിക്കും. അപ്പോൾ അതിൽ മിത്രകീടങ്ങൾ വരെ നശിച്ചു പോകുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇനി യാന്ത്രിക നിയന്ത്രണം എന്ന് വെച്ചതാണ് ചിലയിനം പച്ചക്കറികളുടെ കായകൾ നശിക്കുന്ന ഒരു തരം സ്വർണ്ണ നിറമുള്ള ഈച്ചി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കില്ലേ? അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു പിടി തുളസിയില ചതച്ചിട്ട് ഒരു സ്റ്റീൽ പ്ലേറ്റിൽ വയ്ക്കുക. അല്പനേരം കഴിഞ്ഞ് ഈ പ്ലേറ്റ് നിരീക്ഷിക്കുക. അപ്പോൾ ഈ തുളസിയിലയുടെ മണം മൂലം ഈ സ്വർണ്ണ നിറമുള്ള ഈച്ചകൾ പ്ലേറ്റിലേക്ക് വരുന്നത് കാണാം. അങ്ങനെ പച്ചക്കറികളെ സംരക്ഷിക്കാം എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ കെണികൾ ഉപയോഗിച്ചോ കൈക്കൊണ്ട് പെറുക്കി മാറ്റിയോ കീടങ്ങളെ നിയന്ത്രിക്കുന്ന രീതിയാണ് യാന്ത്രിക നിയന്ത്രണം എന്ന് പറയുന്നത്. കെണികൾ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ കൈക്കൊണ്ട് പെറുക്കി മാറ്റി കീടങ്ങളെ നിയന്ത്രിക്കുന്ന രീതിയാണ് യാന്ത്രിക നിയന്ത്രണം എന്ന് പറയുന്നത്. ഇതിന് ഉപയോഗിക്കുന്ന ഒരിനം കെണിയാണ് ഫെറമോൺ എന്ന് പറയുന്നത്. ഫെറമോൺ കെണി മാർക്കറ്റിൽ ലഭ്യമാണ്. ഇനി കീടനാശിനികൾ നമുക്കറിയാം. രാസ കീടനാശിനികളുണ്ട്, ജൈവ കീടനാശിനികളുണ്ട്. രാസ കീടനാശിനികൾ എന്താണ്? രാസവസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കീടനാശിനികളാണ് രാസ കീടനാശിനികൾ എന്ന് പറയുന്നത്. ജൈവ കീടനാശിനികൾ ഏതൊക്കെയാണ്? പുകയില കഷായം ഇതാണ് രാസ കീടനാശിനികളെ അപേക്ഷിച്ച് ദോഷം കുറഞ്ഞവയാണ് അല്ലേ? പുകയില കഷായം, വേപ്പെണ്ണ എമൽഷൻ, വെളുത്തുള്ളി, കാന്താരി മിശ്രണം തുടങ്ങിയവയൊക്കെ എന്താണ്? ജൈവ കീടനാശിനികളാണ്. പല ജൈവ കീടനാശിനികളും ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. ഇനി പുകയില കഷായം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കത് അത്ര ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യമില്ല. 100 ഗ്രാം പുകയില ചെറു കഷ്ണങ്ങളാക്കിയിട്ട് 1.5 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് വയ്ക്കാം. അതായത് പുകയില കുറച്ച് വെള്ളത്തിൽ മുക്കി വയ്ക്കുക, എന്നിട്ട് അതിൽ ബാർ സോപ്പ് ലയിപ്പിക്കുക. അങ്ങനെ ആ വെള്ളം ഇരട്ടി വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് ചെടികൾക്ക് ഒഴിക്കാമെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് പുകയില കഷായം ഉണ്ടാക്കുന്നത്. ഇനി നിർമ്മിത ബുദ്ധിയും കൃഷിയും. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് കീടങ്ങളെ കടത്തി ലേസർ ഉപയോഗിച്ച് നശിപ്പിക്കുന്ന രീതി ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. അത് പക്ഷേ പരിസ്ഥിതിക്കൊട്ടും ഹാനികരമല്ല എന്നാണ് പറയുന്നത്. ലേസർ ഉപയോഗിച്ച് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി മറ്റ് കാർഷിക സംരംഭങ്ങൾ ഏതൊക്കെയാണെന്ന്? സസ്യങ്ങൾ നട്ട് വളർത്തുന്നത് മാത്രമാണോ കൃഷി എന്ന് പറയുന്നത്? അല്ല അല്ലേ? ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്. സെറി കൾച്ചർ എന്ന് വെച്ചാൽ എന്താണ്? പട്ടുനൂൽപ്പുഴു വളർത്തുന്നതിനെയാണ് സെറി കൾച്ചർ എന്ന് പറയുന്നത്. ഫ്ലോറി കൾച്ചർ ഫ്ലവർ ആണ് അല്ലേ? പുഷ്പ കൃഷിയാണ്. പിസി കൾച്ചർ മത്സ്യകൃഷിയാണ്. അപ്പോൾ പിസി കൾച്ചർ മത്സ്യകൃഷി, സെറി കൾച്ചർ പട്ടുനൂൽപ്പുഴു വളർത്തൽ, ഫ്ലോറി കൾച്ചർ പുഷ്പകൃഷി. ഇനി എപ്പി കൾച്ചർ എന്താണ്? എപ്പി കൾച്ചർ തേനീച്ച വളർത്തലിനെയാണ് എപ്പി കൾച്ചർ എന്ന് പറയുന്നത്. ക്യൂണി കൾച്ചർ എന്ന് വെച്ചാൽ മുയൽ വളർത്തലാണ്. ക്യൂണി കൾച്ചർ മുയൽ വളർത്തൽ. മഷ്റൂം കൾച്ചറാണ് കൂൺ കൃഷി. പൗൾട്രി ഫാമിംഗ് എന്ന് വെച്ചാൽ കോഴിക്കൃഷിയാണ്. ലൈവ് സ്റ്റോക്ക് ഫാമിംഗ് എന്ന് വെച്ചാൽ കന്നുകാലി വളർത്തലാണ്. അപ്പോൾ കന്നുകാലി വളർത്തലിനെ ലൈവ് സ്റ്റോക്ക് ഫാമിംഗ് എന്ന് പറയും. കോഴിക്കൃഷിയാണെങ്കിൽ പൗൾട്രി ഫാമിംഗ് എന്ന് പറയും. കൂൺ കൃഷിയാണെങ്കിൽ മഷ്റൂം കൾച്ചർ. മുയൽ വളർത്തലാണെങ്കിൽ ക്യൂണി കൾച്ചർ എന്ന് പറയും. തേനീച്ച വളർത്തലാണെങ്കിൽ എപ്പി കൾച്ചർ. അതുപോലെ തന്നെ പുഷ്പകൃഷി ഫ്ലോറി കൾച്ചർ. പട്ടുനൂൽപ്പുഴു വളർത്തൽ സെറി കൾച്ചർ. മത്സ്യകൃഷി എന്ന് വെച്ചതാണ് പിസി കൾച്ചർ. അപ്പോൾ ഇത്രയൊക്കെയുണ്ടോ ഈ ചാപ്റ്ററിൽ വരുന്നത്. ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളുണ്ടായിരുന്നു. ജസ്റ്റ് വായിച്ച് വിടാനുള്ള കുറച്ച് കാര്യങ്ങൾ, നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.